ഇപ്പോൾ ലൈവിൽ നമ്മുടെ അനുമോൾ, ആതിര, നൂറ, ഷാനവാസ് എല്ലാവരും ഇരിക്കുകയായിരുന്നു. അപ്പോഴാണ് നമ്മുടെ ആര്യൻ വന്ന് ഈ അനുമോളും ആദിലയും കടിക്കുകയും പിച്ചുകയാണ്. അപ്പം നമ്മുടെ ആര്യം ഇതെന്നാ പിച്ചിയും കടിച്ചും പറിക്കുന്നെന്ന് നമ്മുടെ ആര്യം കളിയാക്കി. അപ്പോൾ ആദില വെച്ച് നിനക്ക് കടി വേണോ, കടി വേണം. അപ്പോൾ നമ്മുടെ ആര്യം പറഞ്ഞു എന്ത് കടി, നാച്ചുറൽ ആയിട്ടുള്ള കടിയാണ് അതോ ഫീലിങ്സ് ഉള്ള കടിയാണെന്ന്. അപ്പം പറഞ്ഞു അല്ല നാച്ചുറൽ ആയിട്ടുള്ള ഫീലിങ്സ് ഉള്ള കടിയെന്ന്. അപ്പോൾ നമ്മുടെ ആര്യം പറഞ്ഞു ഇത് അവിടെ ഇരിക്കുന്ന കണ്ടോ നൂറയ്ക്ക് കൊടുക്കാൻ ആദിലോട് പറഞ്ഞു. ആദില പറഞ്ഞു നിനക്ക് വേണമെങ്കിൽ വാടാ കടി തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ആര്യം പറഞ്ഞു എനിക്ക് വേണ്ട, ആ നൂറയ്ക്ക് കൊണ്ട് കൊടുക്കാൻ പറഞ്ഞു നിന്റെ കടി എന്ന് പറഞ്ഞു. പിന്നെ ആര്യൻ പറയുന്നുണ്ട് ബിഗ് ബോസ് എനിക്ക് മടുത്ത്. ഞാൻ അപ്പോഴത്തേക്ക് നമ്മുടെ അനുമോള് പറയും ബിഗ് ബോസ് ഇവനെ ഒന്ന് ഇറക്കി വിടാവോ, നീ എങ്കിൽ ഒരു കാര്യം ചെയ്യും ബിഗ് ബോസിനോട് എന്ന് പറയും എനിക്ക് പോകണമെന്ന്. അപ്പോൾ ബിഗ് ബോസ് നിന്നെ ഇറക്കി വിട്ടോളാം. അപ്പോൾ നമ്മുടെ ആര്യം പറഞ്ഞു ബിഗ് ബോസ് നേണ്ട അനുമോൾക്ക് ഇവിടുന്ന് ഇറങ്ങിപ്പോണമെന്ന് അവള് പറയുന്നെന്ന്. അപ്പോൾ അനുമോള് പറഞ്ഞു ഞാനല്ല ബിഗ് ബോസ് പറഞ്ഞു, ഇവനാണ്, ഇവന് ഇവിടെ പറ്റുന്നില്ല മടുത്ത് വയ്യെന്നൊക്കെ പറയുന്നെന്ന്. അങ്ങനെ ആര്യം വൺ കോമഡി ആയിരുന്നു. ആദിൽ ആര്യനെ ഇട്ട് അലക്കുമായിരുന്നു. ഒന്ന് രസമായിരുന്നു. ആര്യൻ്റെ ടാസ്ക് ഒക്കെ നന്നായിട്ട് ചെയ്തു. സീക്രട്ട് ടാസ്ക് അടിപൊളിയായിട്ട് ചെയ്തു. എനിക്ക് തോന്നുന്നു വന്നതിനെക്കാട്ടിൽ ഒരുപാട് മാറിയിട്ടുണ്ട് ആര്യൻ. PR-ൻ്റെ ഒന്നുമല്ല, പുള്ളിക്കാരൻ നന്നായിട്ട് തന്നെ ഗെയിം കളിക്കുന്നുണ്ട്. ഒരു മെച്യൂരിറ്റി ഇല്ലാത്തൊരു ഏജിൻ്റെ ആയിരിക്കാം പുള്ളിക്കാരൻ, അങ്ങനെ ഒരു എന്താ പറയുക ഒരു സീരിയസ്നെസ് ഇല്ല, പക്ഷേ ടാസ്ക് നന്നായിട്ട് കളിച്ചിട്ടുണ്ട് ഇന്നത്തെ ദിവസത്തിൽ.